എന്നതേ ജനറ്റിക്കലി വരുന്ന ഒരു ഡിസീസ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞു വന്നു. ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞു വന്ന വീട്ടിൽ അച്ഛന് എന്തുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന കാരണവർ എന്ന് പറയുന്ന ആൾക്ക് എന്തുണ്ട്, ഡയബറ്റീസ് ഉണ്ട്. അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന് ഫാറ്റി ലിവർ ഉണ്ട്. ഹസ്ബൻഡിന് ഒരു പെങ്ങളുണ്ട്, ആൾക്ക് PCOS ഉണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്കും ഡയഗ്നോസ് ചെയ്യാണ് എന്ത്, PCOS ഉണ്ടെന്ന്. കുട്ടിക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ആ സമയത്താണ് അറിയുന്നത് എന്ത്, കുട്ടിക്കും PCOS ആണെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ജനറ്റിക്സ് ആവും? ഈ കുട്ടി വേറെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വന്നതല്ലേ. അപ്പോൾ സംഗതി അതല്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ആ വീട്ടിലെ ഒന്നുകിൽ ഭക്ഷണ രീതി ആയിരിക്കാം, അതല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന രീതി ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ആ വീട്ടിൽ ഈ കുട്ടി വന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ആയി യൂസ്ഡ് ആയി പോകുമ്പോൾ ആ കുട്ടിയും അതിൽ എഴുതി ചേർന്നത് പ്രകാരം കുട്ടിക്ക് വന്നതായിരിക്കാം എന്ത്, ഈ PCOS എന്ന് പറയുന്നത്. സോ ഡയബറ്റീസ് ആണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും PCOS ആണെങ്കിലും ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു വീട്ടിലെ ജീവിത രീതി അനുസരിച്ചിരിക്കും ഇത്തരം സംഗതികളൊക്കെ ഒരാൾക്ക് വരാനായിട്ട്. ഇതൊരു ജനറ്റിക് ഡിസീസ് അല്ല. ഇതെന്താണ്, PCOS എന്ന് പറയുന്നത്, ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, ഡയബറ്റീസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, ഇത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഷുഗറില പേജ് ഫോളോ ചെയ്യുക. ദിസ് ഈസ് മീ ജിതിന, ഷുഗറില എംപവർമെന്റ് കോച്ച്. ബൈ.